വിശ്വകർമ്മ. न चित्तं च न बुद्धिक्राणगोचरः न च ब्रह्मा न विष्णुश्च न च रुद्रश्च तारकाः सर्वशून्यनिरालम्ब स्वयंभू विश्वकर्मणः. Vishwalayam 2024 presented by Vishwakarma Youth Movement Koipur. 1998 ഒക്ടോബർ 4 ഞായർ സമയം രാവിലെ 10 മണി. ചിത്രകലാ അധ്യാപകനായിരുന്ന പൂവത്തൂർ തയ്യിൽ ശ്രീ വാസുദേവൻ ആചാര്യ ഭദ്രദീപം തെളിയിച്ചത് കോയിപ്പുറം എന്ന ഭൂപ്രദേശത്തിന്റെ ദശാസന്ധിയുടെ പൂമുഖത്തായിരുന്നു. മഞ്ചതിരിട്ട വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു കൂട്ടം യുവാക്കൾ ധ്യാനിച്ചു നിന്നു. അവഗണിക്കപ്പെട്ടു പോയ ഒരു സമൂഹത്തിന്റെ സങ്കടങ്ങളും പ്രതിഷേധവും അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്നു. സമുദായത്തിന്റെ ഐക്യത്തിനും പുരോഗതിക്കും ആവുന്നതെല്ലാം ചെയ്യുമെന്ന ദൃഢനിശ്ചയം ആ മുഖങ്ങളിൽ ജ്വലിച്ചു നിന്നു. അതെ, കോയിപ്പുറം വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് എന്ന സംഘടനയുടെ പിറവിയുടെ നിമിഷങ്ങളായിരുന്നു അത്. കോയിപ്പുറം ദേശത്തെ വിശ്വകർമ്മജരെ ആധ്യാത്മികമായും സംഘടനാപരമായും ഉണർത്തുക എന്ന ദൗത്യമായിരുന്നു സംഘടന ആദ്യം ഏറ്റെടുത്തത്. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെയും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെയും മറ്റ് വിശ്വകർമ്മ സഭകളുടെയും ശാഖകളുടെ സഹായവും സഹകരണവും യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു. സാമൂഹ്യ സർവേ, പ്രാർത്ഥനാ യോഗങ്ങൾ, പഠനക്കളരികൾ, പ്രഭാഷണങ്ങൾ, നാടും നഗരവും ഉണർത്തിയ ഋഷി പഞ്ചമി ആഘോഷങ്ങൾ, അതിന്റെ ഭാഗമായ സന്ദേശയാത്രകൾ, വിവിധ വിശ്വകർമ്മ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകൾ, യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തന മേഖല പഞ്ചായത്തിന്റെ അതിരുകളെ ലംഘിച്ച് മുന്നോട്ടു പോയി. മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭ ശ്രീ ജഗതി ശ്രീകുമാർ, ആധ്യാത്മികയുടെ ലോകത്തെ ആധുനിക കാലത്തെ വെളിച്ചം മൺമറഞ്ഞ ആചാര്യ നരേന്ദ്രഭൂഷൺ, ആറന്മുള ശ്രീ വിജയാനന്ദാശ്രമം മഠാധിപതിയായിരുന്ന സ്വാമി വിജയഭാസ്കരാനന്ദ, അടുത്ത കാലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി നിയമിതനായ ഡോക്ടർ വി ശിവാനന്ദൻ ആചാര്യ, വൃന്ദാവനം ശ്രീ വിശ്വഗായത്രി മഠം പരമാചാര്യൻ രാമചന്ദ്രാചാര്യ സ്വാമികൾ, ആലുവ വിശ്വകർമ്മ വൈദിക വിദ്യാപീഠത്തിന്റെ ഉപാധ്യക്ഷൻ ശിവപ്രസാദ സ്വാമികൾ, നെടുപുരം ശ്രീ പ്രകാശാത്മാശ്രമം മഠാധിപതി ശ്രീ ബാലകൃഷ്ണൻ ആചാര്യ, കവിയൂർ ശങ്കരമംഗലം ബി.എഡ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസർ മുരളി സാഗർ, വിശ്വകർമ്മ കീർത്തനങ്ങളുടെ രചയിതാവും വാസ്തുശാസ്ത്ര വിദഗ്ധനുമായിരുന്ന പുതുപ്പള്ളി കെ വാസു ആചാര്യ, ഭാരതീയ വേദശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ അമ്പലപ്പുഴ ഉണ്ണികൃഷ്ണൻ ആചാര്യ, കർമ്മരേഖ മാസിക കോട്ടയം ചീഫ് എഡിറ്റർ ശ്രീ ടി.ആർ. ഉണ്ണി, പ്രശസ്ത ശില്പിയും നിരവധി സിനിമകളുടെ കലാസംവിധായകനുമായിരുന്ന ആർട്ടിസ്റ്റ് ചുനക്കര രാജൻ, പള്ളിയോടങ്ങളുടെ രാജശില്പി ശ്രീ ചങ്ങങ്കര വേണു ആചാര്യ, വിശ്വകർമ്മ പ്രഭാഷണങ്ങളിലൂടെ വേദികൾ കീഴടക്കിയ ആറന്മുള രാമചന്ദ്രൻ ആചാരി, സജികുമാർ എസ് ശർമ്മ വാഴൂർ, തിരുവല്ല രാഘവൻ ആചാരി, കോഴിമല രാജപ്പൻ ആചാരി, പി മുരളീധരൻ ആചാരി വയനാട് തുടങ്ങിയ മഹാമനിഷികൾ യൂത്ത് മൂവ്മെന്റ് വേദികളെ ധന്യമാക്കി. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഭൂരിപക്ഷം പ്രവർത്തകരും ദൂരദിക്കുകളിലേക്ക് ചേക്കേറിയതോടുകൂടി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനങ്ങൾക്ക് ഏതാനും നാൾ ഇടവേള. ഇപ്പോൾ കാലം അവരെ വീണ്ടും ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. പോയ കാലത്തിൽ നിന്നും ലഭിച്ച അനുഭവ പാഠങ്ങളും പുതുതലമുറയുടെ ഊർജവും സമന്വയിപ്പിച്ചുകൊണ്ട് വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റ് ഇവിടെ പുനർജനിക്കുന്നു. ഈ
ധന്യമുഹൂർത്തം ആഘോഷമാക്കുന്നു. വിശ്വലയം 2020. കലയും സാഹിത്യവും സംഗീതവും സമന്വയിക്കുന്ന വിശ്വലയം 2024 ഏവർക്കും സ്വാഗതം. ഈ ആഘോഷവേളയിൽ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന നിരവധി സഹപ്രവർത്തകർ തൊഴിൽപരമായ കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. അവിടെ ആയിരിക്കുമ്പോഴും യൂത്ത് മൂവ്മെന്റിന്റെ ഈ രണ്ടാം വരവിൽ വിശ്വലയം 2024 ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി അവർ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. അവരെ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നമസ്കാരം. ഞാൻ രാജലക്ഷ്മി രാജൻ, കുറിയന്നൂർ പേഴുംപാറയ്ക്കൽ ശ്രീ PR രാജന്റെ മകളാണ്. ഞാൻ രേഷ്മ കെ രാജൻ, കുമ്പനാട് പുളിയാനിക്കുന്നിൽ ശിവപ്രസാദിന്റെ വൈഫാണ്. ഞാൻ ഗോപിക വിനു, പുല്ലാട് കോളശ്ശേരി വീട്ടിൽ വിനുമോൻസിയുടെ മകളാണ്. വിശ്വലയം 2024 തിരശ്ശീല ഉയർന്നിരിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരിമാർ പത്മപ്രിയ, കൃഷ്ണപ്രിയ എന്നിവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.